വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. എവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. മരണക്കെണിയൊരുക്കി ഇസ്രായേലും മരിച്ചുവീണ ഫലസ്തീനികളും ഗസയിൽ 11 മാസം തള്ളി നീക്കുന്നു. യുദ്ധക്കൊതിമുത്ത ഇസ്രായേലിന്റെ ആവനഴിയിൽ ഫലസ്തീനികളെ കൊല്ലാനുള്ള അമ്പുകൾ ഇനിയും ബാക്കിയാണത്രേ. പോരെങ്കിൽ എത്ര വേണമെങ്കിലും നൽകാൻ അമേരിക്കയും തയ്യാറാണ്. വെള്ളിയാഴ്ച രാവിലെ മാത്രം ഗസയിൽ 29 ഫലസ്തീനികളാണ് ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. ഇവരിൽ ഒരേ കുടുംബത്തിൽപ്പെട്ട 9 പേരുണ്ട്. അൽ നുസൈറത്ത് അഭയാർത്ഥി ക്യാമ്പിൽ നടത്തിയ കൂട്ടക്കൊലയിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ കൊല്ലപ്പെട്ടത്. ഒരു ഗർഭിണിയും 5 കുട്ടികളും ഈ കൂട്ടത്തിൽപ്പെടുന്നു. തെക്കൻ ഗസയിലെ അൽ മഗാസി റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 ഫലസ്തീനികൾ കൂടി കൊല്ലപ്പെട്ടു. 22 ദിവസത്തെ നീണ്ട പോരാട്ടത്തിനൊടുവിൽ തെക്കൻ ഗസയിലെ ഖാൻ യൂനിസിൽ നിന്നും ഇസ്രായേലി സേന പിൻവാങ്ങി. തിരികെ വന്ന പ്രദേശവാസികൾക്ക് കാണാനായത് തകർന്നു കിടക്കുന്ന വീടുകളും വാട്ടർ സപ്ലൈകളും മറ്റു അടിസ്ഥാന സൗകര്യങ്ങളുമാണ്. അതേസമയം വടക്കൻ ഗസയിലെ ജബാലിയ റെഫ്യൂജി ക്യാമ്പിൽ ഇസ്രായേൽ സേന വീണ്ടും ആക്രമണം നടത്തി. ഇസ്രായേലിന്റെ ഫൈറ്റർ ജെറ്റുകൾ നോർത്തേൺ ഗസയിലെ ജബാലിയ അഭയാർത്ഥി ക്യാമ്പിലെ സിവിലിയന്മാർക്ക് നേരെ മിസൈലുകൾ പായിച്ചു. ആക്രമണത്തിൽ നിരവധി പേർ മരിക്കുകയും അതിലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രായേലിന്റെ പോർ വിമാനങ്ങൾ മിസൈലുകൾ അയച്ചത് കൂറ്റൻ ബിൽഡിങ്ങുകളിലേക്കല്ല, താൽക്കാലിക ഷെൽട്ടറുകളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ആക്രമണത്തിന്റെ ആഘാതം വലുതായിരുന്നു. ഓരോ മണിക്കൂറിലും ഗസയിൽ നടക്കുന്നത് ഇതുപോലെയുള്ള കരുണ പറ്റിയ കൂട്ടക്കൊലകളാണ്. സ്ത്രീകളും കുട്ടികളും പള്ളികളും സ്കൂളുകളും എന്തിനു വരെ മൃഗങ്ങൾക്ക് വരെ ഇസ്രായേലിന്റെ കൂട്ടക്കുരുതിയുടെ ഇരകളായി മാറുകയാണ് ഗസയിൽ. ഗസയിലെ 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകുന്നതിന് വേണ്ടി താൽക്കാലിക വെടിനിർത്തലിന് ആവാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചതായി ലോകാരോഗ്യ സംഘടന അറിയിച്ചു. ഐക്യരാഷ്ട്രസഭ ലക്ഷ്യം വെക്കുന്നത് 6,40,000 വരുന്ന കുട്ടികൾക്ക് പോളിയോ വാക്സിൻ നൽകാനാണ്. ഗസയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള കുട്ടികൾക്കാണ് സെൻട്രൽ ഗസയിൽ ഞായറാഴ്ച വാക്സിൻ നൽകാൻ തീരുമാനിച്ചിരിക്കുന്നത്. അതിനുവേണ്ടി ഓരോ ദിവസവും 9 മണിക്കൂർ വെടിനിർത്തലാവാമെന്ന് ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ട്. 7 ഗ്രൂപ്പുകൾ പറയുന്നത് പോളിയോ വൈറസ് ഉത്ഭവിക്കാൻ കാരണം ശുദ്ധജല സംവിധാനവും സാനിറ്ററി സംവിധാനങ്ങളും ഇസ്രായേൽ സേന തകർത്തതിനാലാണെന്നാണ്. ഫലസ്തീനികളിലെ കുട്ടികളുടെ ദുരിതപൂർണമായ ജീവിതം കണ്ട് വേദന തോന്നിയ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ യാചനയാണ് 3 ദിവസത്തിൽ ഓരോ ദിവസവും 9 മണിക്കൂർ നേരത്തെ വെടിനിർത്തലിന് ഇസ്രായേൽ അംഗീകരിച്ചത്. അറവുമാടുകൾക്ക് അറക്കാൻ നേരത്ത് കൊടുക്കുന്ന ഒരു തുള്ളി വെള്ളം പോലെയാണ് ഇസ്രായേലിന്റെ ഈ ഔദാര്യം. രാവിലെ വാക്സിൻ എടുത്ത കുട്ടികൾ വൈകിട്ട് ഇസ്രായേലിന്റെ ബോംബാക്രമണത്തിൽ കൊല്ലപ്പെടാനുള്ളതാണെങ്കിൽ പിന്നെ എന്തിനാണ് വാക്സിൻ? മരിക്കാനിരിക്കുന്നവർക്ക് വാക്സിൻ കൊണ്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഫലസ്തീനിലെ കുട്ടികൾക്ക് ആദ്യം ആവശ്യമുള്ളത് ദുരിതമില്ലാത്ത ബോംബിന്റെയും മിസൈലിന്റെയും ഗർജനമില്ലാത്ത ഫലസ്തീനാണ്, ഗസയാണ്, റഫയാണ്, വെസ്റ്റ് ബാങ്കാണ്. ബോംബും മിസൈലുകളും കൊല്ലാനുള്ള ആയുധമാകുമ്പോൾ എന്തിനാണ് അവർക്കിടയിൽ മരുന്നും മന്ത്രവും? ആദ്യം ഈ യുദ്ധം അവസാനിപ്പിക്കും. ആ കുട്ടികളെങ്കിലും സ്വതന്ത്രരായി ജീവിക്കട്ടെ. ഈ യുദ്ധ പശ്ചാത്തലത്തിൽ ഇസ്രായേൽ നൽകുന്ന ഈ 3 ദിവസത്തെ ഔദാര്യത്തിനിടയിൽ ഗസയിലെ മുഴുവൻ കുട്ടികൾക്കും പോളിയോ വാക്സിൻ നൽകാൻ കഴിയില്ല എന്നത് സത്യമാണ്. കാരണം ഗസൻ ജനതയുടെ 40% യുവതയും കുട്ടികളുമാണ്. അതുകൊണ്ട് തന്നെ ഇസ്രായേലിന്റെ ഈ ഔദാര്യം ഒരു തരം കളിയാക്കലാണ്. അത് ഗസയിലെ കുട്ടികളോട് കാണിക്കുന്ന അതിരറ്റ മര്യാദകേടുമാണ്. അടിസ്ഥാനപരമായ ശുചിത്വവും ശുദ്ധജലവും പോഷകസമ്പുഷ്ടമായ ആഹാരവും കിട്ടാക്കനിയായ ഗസയിലെ കുട്ടികൾക്ക് ഈ വാക്സിൻ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. അവർ പോളിയോ ബാധിച്ചവരെക്കാൾ മോശമായിരിക്കും. ഒരു കൈകൊണ്ട് തലോടുകയും മറ്റൊരു കൈകൊണ്ട് കൊല്ലുക എന്ന പ്രവണതയുമാണ് ഇന്ന് ഇസ്രായേൽ ഗസയിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. വെസ്റ്റ് ബാങ്കിൽ അഥവാ ഫലസ്തീന്റെ മണ്ണിൽ 20 വർഷങ്ങൾക്ക് ശേഷം ഇസ്രായേൽ നടത്തുന്ന ഏറ്റവും വലിയ ആക്രമണ പരമ്പരയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 19ഓളം വരുന്ന ഫലസ്തീനികളാണ് ഇപ്പോഴും വെസ്റ്റ് ബാങ്കിൽ കൊല്ലപ്പെട്ടത്. ഇസ്രായേലിന്റെ വ്യോമാക്രമണം ഒരു ടൂർ ബസിന് നേരെയായിരുന്നു. തുൽക്കരാമിലും ജനീനിലും സിവിലിയൻ ഇൻഫ്രാസ്ട്രക്ചറുകളും റോഡുകളും തകർത്ത ഇസ്രായേൽ സേന ഒരു കാറിന് നേരെയുണ്ടായ ആക്രമണത്തിൽ തെക്കൻ ജനീനിൽ 3 പേർ കൊല്ലപ്പെട്ടു. ഇസ്രായേൽ പറയുന്നത് 3 പേരിൽ ഒരാൾ ഹമാസിന്റെ ലോക്കൽ കമാൻഡറാണെന്നാണ്. എന്നാൽ ഇസ്രായേൽ പറയുന്നത് ഹമാസ് അംഗീകരിച്ചിട്ടില്ല. വെസ്റ്റ് ബാങ്കിൽ മിക്കയിടത്തും വൈദ്യുതിയും വാർത്താവിതരണ സംവിധാനങ്ങളും തകർക്കപ്പെട്ടിരിക്കുകയാണ്. ഗസയിലെ പോലെ തന്നെ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് അഭയാർത്ഥി ക്യാമ്പുകളെയാണ്. നൂർ ഷംസിലെ ജനങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ ഹമാസിന്റെ ഫൈറ്റേഴ്സിനെയാണ് ലക്ഷ്യം വെക്കുന്നതെങ്കിൽ എന്തിനു വേണ്ടിയാണ് വെസ്റ്റ് ബാങ്കിലെ റോഡുകളും മറ്റ് ഇൻഫ്രാസ്ട്രക്ചറുകളും നശിപ്പിക്കുന്നത് എന്നാണ്. എന്തിനാണ് ഞങ്ങളുടെ ഭവനങ്ങൾ തച്ചു ഉടക്കുന്നത് എന്നാണ്. ഗസയിൽ കേൾക്കാത്ത മറ്റൊരു ശബ്ദമാണ് ഇസ്രായേലികളിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ കേൾക്കുന്നത്. ഫലസ്തീനികൾ വീട് വിട്ടു പോകണമെന്നാണ് ഇസ്രായേലികൾ ആവശ്യപ്പെടുന്നത്. ഇസ്രായേൽ ഗവൺമെന്റും മന്ത്രിമാരും ആവശ്യപ്പെടുന്നത്. അതേസമയം ബ്രിട്ടീഷ് ഗവൺമെന്റ് അവരുടെ ഒരു പ്രസ്താവനയിൽ പറയുന്നത്
ഇസ്രായേലിന് അവർക്ക് നേരെയുള്ള സുരക്ഷാ ഭീഷണികൾക്കെതിരെ പ്രതികരിക്കാനുള്ള അവകാശമുണ്ട് എന്നാണ്. എന്നാൽ ഇസ്രായേൽ സ്വീകരിച്ച രീതികളിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. ഇസ്രായേൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലും സ്വീകരിച്ച രീതികളിൽ ഞങ്ങൾ ആശങ്കാകുലരാണ്. മാത്രമല്ല, അവിടുത്തെ സാധാരണ മനുഷ്യരുടെ മരണത്തിലും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നശീകരണത്തിലും ഞങ്ങൾ ആശങ്കാകുലരാണ്. അതുകൊണ്ട് തന്നെ അന്താരാഷ്ട്ര റിലീഫ് വർക്കേഴ്സ് ഏജൻസിയുടെ ഗസയിലെയും വെസ്റ്റ് ബാങ്കിലെയും നിരവധി ക്യാമ്പുകളിലേക്കുള്ള സേവനം തടഞ്ഞു വച്ചിരിക്കുകയാണ്. സിവിലിയന്മാരുടെ ദുരിതം അവസാനിപ്പിക്കാനും ദശാബ്ദങ്ങൾ നീണ്ട ഈ സംഘർഷം അവസാനിപ്പിക്കാനും ഒരു രാഷ്ട്രീയ പരിഹാരത്തിൽ എത്തിച്ചേരേണ്ട സമയമാണിതെന്നാണ് ബ്രിട്ടൻ പറയുന്നത്. ദുരിതം അനുഭവിക്കുന്ന സിവിലിയന്മാർ അവർ എവിടെയാണെന്നുള്ളത് വിഷയമല്ല. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ ജനീൻ അഭയാർത്ഥി ക്യാമ്പിലുമാണ്. അവിടെ അപ്രഖ്യാപിത കർഫ്യൂവാണ് ജനങ്ങൾ നേരിടുന്നത്. ആർക്കും വീട് വിട്ടിറങ്ങാൻ കഴിയാത്ത അവസ്ഥയാണ്. ഇസ്രായേലിന്റെ ശക്തമായ മിസൈൽ വർഷവും ബോംബിങ്ങും അതിലുപരി ഡ്രോൺ ആക്രമണവും. ആളുകൾ പുറത്തിറങ്ങിയാൽ അധിനിവേശ സൈന്യത്തിന്റെ ഫയറിംഗ് ആണ്. കൂട്ടിലടിച്ച എലിയെ കൊല്ലുന്ന ലാഘവത്തിലാണ് ഫലസ്തീനികളെ ഇസ്രായേൽ കൊല്ലുന്നത്. ഈ ആക്രമണങ്ങൾക്ക് ഇസ്രായേലി സൈനികർക്ക് പുറമെ അനധികൃത കുടിയേറ്റക്കാരുമുണ്ട്. അവർക്ക് ഇസ്രായേൽ ഗവൺമെന്റിന്റെ അഗാധമായ പിന്തുണയുമുണ്ട്.